ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് പഞ്ചാബ് എഫ് സി മത്സരം എങ്ങനെയുണ്ടായിരുന്നു? ഒഡീഷ എഫ് സിയെ നേരിടാൻ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഹോമിലേക്ക്. മഞ്ഞപ്പട സ്റ്റാൻഡ് എന്ന ഈസ്റ്റ് ഗാലറി തിങ്കളാഴ്ച എങ്ങനെയാവും ഉണ്ടായിരിക്കുക? ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു ഡെൻമാർക്ക്. കഴിഞ്ഞ മാച്ചിന്റെ റിവ്യൂ ഒന്നും നമ്മൾ ഇട്ടിരുന്നില്ല, കാരണം പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ പറയാൻ കുറച്ചുണ്ട്, എങ്കിലും വേണ്ടത്ര ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ ഇന്ന് വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അടുത്ത മാച്ചിനെ പറ്റിയിട്ടുള്ള ഒരു 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 അവലോകനം, അല്ലെങ്കിൽ അതേപ്പറ്റി എന്താ പറയാനുള്ളത് എന്നുള്ളൊരു സാധനം പറയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ മാച്ചിനെ പറ്റി ഒന്ന് പറഞ്ഞ് തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടതാണ് 9 പേരായി ചുരുങ്ങിയ ബ്ലാസ്റ്റേഴ്സ് കളി വിജയിച്ച് കയറുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറയാറുള്ളതാണ്, ബ്ലാസ്റ്റേഴ്സ് നന്നായി കളിച്ചിട്ട് ബ്ലാസ്റ്റേഴ്സ് തോൽക്കുന്നു എന്നുള്ള കാര്യം. അത് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ്, ഭയങ്കര വിഷമത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് നന്നായി കളിച്ചു എന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കളികളായിട്ട് മോശം പെർഫോമൻസ് നടത്തിയിട്ട് ബ്ലാസ്റ്റേഴ്സ് കളികൾ വിജയിക്കുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? അപ്പോൾ വിജയിക്കുന്നു, 3 പോയിന്റ് കിട്ടുന്നു, സന്തോഷമുണ്ട്. അപ്പോൾ കഴിഞ്ഞ പഞ്ചാബ് എഫ് സിക്കെതിരെയുള്ള മത്സരം, പഞ്ചാബ് എഫ് സിയുടെ മുൻനിരയിലുള്ള കുറച്ച് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നില്ല മാച്ചിൽ. എന്നിട്ട് കൂടി നമ്മൾ ഒരു ഗോൾ സ്കോർ ചെയ്ത് കളി ജയിക്കുന്നു. ആ ഒരു ഗോൾ എന്ന് പറയുന്നത് പെനാൽറ്റിയാണ്. നോവ വിൻ ചെയ്ത ഒരു പെനാൽറ്റി വലയിലെത്തിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ലീഡ് എടുക്കുന്നു. പിന്നീട് ആ ലീഡ് നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ അവിടെ നമ്മുടെ മാനേജർ, നമ്മുടെ റിസർവ് ടീമിൻ്റെ മാനേജറാണ് ആൾ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് ഒരുപാട് യങ് പ്ലെയേഴ്സിനെ മേക്ക് ചെയ്ത് തന്നിട്ടുള്ള ആളാണ്. ആളുടെ ടാലൻറ്റിനെ പറ്റി നമുക്കെല്ലാം അറിയാവുന്നതാണ്. ആൾ കൊള്ളാം എന്നെനിക്ക് തോന്നുന്നു. കാരണം ആളുടെ ആറ്റിറ്റ്യൂഡ് നല്ല രസമുണ്ടായിരുന്നു. കളി തീരാൻ നേരത്ത് വിസിൽ ചെയ്യാതെ കളി നടക്കുമ്പോഴത്തേക്ക് ആൾ വാച്ചൊക്കെ എടുത്ത് പൊക്കി കാണിക്കുന്നു, സമയമായി വിസിൽ എടിയടേ എന്നുള്ള ആറ്റിറ്റ്യൂഡൊക്കെ അതൊക്കെ രസമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വേണം ഇന്ത്യൻ റഫറിമാരുടെ അടുത്ത്, അങ്ങനെയൊക്കെ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന മാനേജർമാർ നമുക്ക് വേണം. അപ്പോൾ എന്നിരുന്നാലും ആൾ എല്ലാവരെയും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നോവ സദോയിയെ പിൻവലിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ അപ്പം ഒരു പെട്ടെന്നല്ല, നോവയ്ക്ക് പോലും മീ എന്ന് പുള്ളി ചോദിക്കുന്നുണ്ട്, ഞാനോ എന്നെയാണോ എന്ന് ചോദിക്കുന്നത്. കാരണം അത്രയും എന്താ പറയുക, നോയെ ഡിപ്പെൻഡ് ചെയ്താണ് കൂടുതലും കളി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നോയെ വലിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നോയ്ക്ക് കൂടി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ പുള്ളി അന്ന് ചെയ്തത് പെർഫെക്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ്. കാരണം 9 പേരിലേക്ക് ടീം ചുരുങ്ങുമ്പോൾ ഡിഫൻസീവ് മെന്റാലിറ്റി ഉള്ള പ്ലെയേഴ്സ് ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള തീരുമാനം. അപ്പോൾ നോയേക്കാളും എന്തുകൊണ്ടും ബെറ്ററായി ഡിഫൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്ട്രെങ്ത് കൊണ്ടായാലും അപ്പോൾ ഡിഫൻസീവ് മെന്റാലിറ്റി ഉള്ളത് പെപ്പറയ്ക്ക് തന്നെയാണ്. അപ്പോൾ നോയേക്കാളും സ്ട്രെങ്ത് പെപ്പറയ്ക്കുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് നോയെ വലിച്ചിട്ട് എന്താ പെപ്പറയെ അവിടെ ഹോൾഡ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ പെപ്പറേനെ വലിച്ചുകൂടായിരുന്നു. പക്ഷേ പെപ്പറയല്ല, അവിടെ നോയ തന്നെയായിരുന്നു ബെഞ്ചിലേക്ക് പോകേണ്ട ഓപ്ഷൻ. അത് പെർഫെക്റ്റ് ആയിട്ട് മാനേജർ ചെയ്തു എന്നുള്ളത് വളരെ എന്താ പറയുക, പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. അങ്ങനെ നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു മാനേജർ നമുക്കിപ്പോൾ ഉണ്ട് എന്നുള്ളത് വലിയൊരു പോസിറ്റീവാണ്. അതേപോലെ തന്നെ മിലോസ് ഒന്ന് ചിന്തിക്കണമായിരുന്നു ഒരു പക്ഷേ. അത് ഗോളായേക്കാം. ലിയോൺ അഗസ്റ്റിനൊക്കെ കേരളത്തിനെതിരെ കളിക്കുമ്പോൾ അവൻ്റെ ടീം ജയിക്കുക എന്നുള്ളതല്ല, പുള്ളിക്ക് കേരളത്തെ തോൽപ്പിക്കണം, ആ ഒരു മെന്റാലിറ്റിയിലാണ് ലിയോൺ അഗസ്റ്റിൻ കളിക്കുന്നത്. അപ്പോൾ ആ ഒരു മെന്റാലിറ്റി, അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ആളുടെ ടീമിന് വേണ്ടി മാക്സിമം എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. എന്നാൽ ഈ ലിയോൺ അഗസ്റ്റിനെയൊക്കെ നമ്മൾ കൊച്ചിയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അത് ചെയ്യരുതെന്ന് പറയുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അത് അവർ ഇതൊക്കെ കാണേണ്ടതാണ്. അപ്പോൾ ലിയോൺ അഗസ്റ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്, പ്രത്യേകിച്ച് കേരളത്തിനെതിരെ കളിക്കുമ്പോൾ, അതേപോലെ കേരളത്തിൽ നമ്മുടെ ലിയോൺ ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിട്ടില്ല, പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിട്ടുള്ള പല പ്ലേയേഴ്സും മറ്റു ടീമുകളിലേക്ക് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇത് തന്നെയാണ്. കേരളത്തിനെതിരെ കളിക്കുമ്പോൾ ഭയങ്കര കളിയാണ്. പിന്നെ മാക്സിമം അവർ എന്നെ ഇവിടുന്ന് അവർ റിലീസ് ചെയ്തല്ലേ, എന്നെ ഇവിടുന്ന് വിട്ടതല്ലേ, ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മെന്റാലിറ്റി അവർ എപ്പോഴും കാണിക്കും. എനിക്ക് അതുകൊണ്ട് അവരുടെ മുന്നിൽ നല്ല പെർഫോമൻസ് നടത്തി കാണിക്കണം എന്നുള്ളൊരു സാധനം അതിനിപ്പോൾ കണ്ടോ. രാഹുൽ കെപിയുടെ ഭാഗത്തു നിന്നും അത് തന്നെയാണ് വരാൻ പോകുന്നത്. രാഹുൽ കെപി ഇനി നന്നായി പെർഫോം ചെയ്യാൻ സാധ്യത ഉണ്ട്. കാരണം പുള്ളിയെ നമ്മൾ വേണ്ടാന്ന് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ആ ഒരു എന്തായാലും പറയാം, ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു വാശി പുള്ളിയുടെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും. എല്ലാ മനുഷ്യർക്കും അതുണ്ടാവും. അപ്പോൾ രാഹുൽ കെ പി മേ ബി തിങ്കളാഴ്ച രാഹുൽ കെ പി കളിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ കെ പി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഡിഫൻസിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മികച്ച പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ബോൾ അടിച്ച് കളയുന്നു. ഒരു രീതിയിലും ഒരു ഗോൾ ഇനി തിരിച്ച് കയറരുത് എന്ന ഒറ്റ മെന്റാലിറ്റിയിൽ ബാക്കി 9 പ്ലെയേഴ്സും കളിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് 3 പോയിന്റ് കിട്ടി. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ പോയിന്റ് ടേബിളിൽ 9ാമതാണുള്ളത്. അപ്പോൾ അടുത്ത മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഒഡീഷ എഫ് സി ആണല്ലോ നമ്മുടെ എതിരാളികൾ. അവർ പോയിന്റ് ടേബിളിൽ നമ്മളെക്കാൾ കുറച്ച് മുകളിലാണുള്ളത്. എന്നിരുന്നാലും കഴിഞ്ഞ മാച്ച് അവർ 2-2 എന്ന സമനിലയ്ക്ക് ശേഷമാണ് വരുന്നത്. അപ്പോൾ അതിൽ രാഹുൽ കെ പി ഒരു ബൈസൈക്കിൾ കിക്ക് ഒക്കെ അടിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ എനിക്ക് വിഷമം തോന്നിയൊരു കാര്യം, ആ ഗോള് രാഹുൽ കെ പിയുടെ പേരിൽ വന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഒഡീഷ അവരെത്തുന്നു. അപ്പോൾ നമ്മുടെ മിലോസ് ട്രിൻസിച്ച് ഇല്ല. ഐമൻ ടോക്ലിങ്ങിൻ്റെ യെല്ലോ കാർഡ്, റെഡ് കാർഡ് അത് ഡിസലോ ചെയ്തു. അപ്പോൾ എന്തായാലും എന്താ പറയുക, മികച്ചൊരു മാച്ച് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. മാച്ചിനുപരി നമുക്ക് പറയാനുള്ളത് മഞ്ഞപ്പട സ്റ്റാൻഡിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ മഞ്ഞപ്പടയെ പറ്റിയിട്ടാണ്. അപ്പോൾ കൂടുതൽ ഒരുപാട് പ്ലാൻസിലേക്ക് മഞ്ഞപ്പട പോകുന്നുണ്ട്. ഇത്രയും പ്രതിഷേധങ്ങൾ നടന്നിട്ടും ഇതുവരെ മഞ്ഞപ്പടയുമായി ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള കോൺവെർസേഷനും മാനേജ്മെൻറ്റ് തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ വളരെ വേദനയുള്ളൊരു കാര്യം തന്നെയാണ്. മാനേജ്മെൻറ്റ് ഈ ഫാൻസിനെ കണ്ടു എന്ന് പോലും നടിക്കുന്നില്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റിയത്. കാരണം ഇപ്പോൾ പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഹോം മത്സരം സ്റ്റേഡിയം ചാൻഡിങ് ഇല്ലായിരുന്നു, ഫുൾ സൈലൻ്റ് ആയിരുന്നു.
എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള വേർഡ്സ് എഴുതി അവർ പ്ലക്കാർഡുമായി, അതിപ്പോൾ മഞ്ഞപ്പട സ്റ്റാൻഡിൽ മാത്രമല്ല നമ്മുടെ എല്ലാ എവേ മത്സരങ്ങളിലും ഇത് തുടരുന്നുണ്ട് മഞ്ഞപ്പട. അപ്പോൾ മഞ്ഞപ്പട പ്രതിഷേധം തുടരുകയാണ്. അപ്പോൾ ഇനിയിപ്പം മൺഡേയിലുള്ള പ്രതിഷേധം എന്തായിരിക്കുമെന്ന് നമുക്കത് കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച പ്രകടനം പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഈ മാച്ച് വിജയിക്കാൻ കഴിയും. നമുക്ക് ഇനി വിജയം മാത്രമാണ് നമുക്ക് വേണ്ടത്. എല്ലാ മാച്ചിലും 3 പോയിന്റ്സ് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഓവർടേക്ക് ചെയ്യാവുന്ന പോയിന്റ്സേ മേളിലുള്ള ടീമുകൾക്കെല്ലാം ഉള്ളൂ. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്ലസ് തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹെമിനസ് നെക്സ്റ്റ് മാച്ചിൽ അവൈലബിൾ ആണ്, ആൾ തിരിച്ചു വരുന്നു. അതേപോലെ ഇഷാൻ പണ്ഡിത അവൈലബിൾ ആണ്. അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട വിപിൻ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്ലേയേഴ്സ് ഇത്രയും തിരിച്ചു വരുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു പോസിറ്റീവ് തരുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് മാച്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. താങ്ക്